ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ പിതാവെന്നും ആരെയോ തന്റെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദിവസം കഴിയുന്തോറും നിരാശയായിരുന്നു ഫലം. അങ്ങനെയിരിക്കെ ഒരു ദിവസം വയലിലൂടെ ആരോ നടന്നു വരുന്നത് അദ്ദേഹത്തിന് തോന്നുകയാണ്. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അത് തന്റെ ഇളയ മകനാണെന്ന് മനസ്സിലാക്കുന്നു. ഓടിച്ചെന്ന് അവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവന് വേണ്ടി ഒരു വിരുന്നൊരുക്കുന്നു. മൂത്ത മകൻ ഇത് കണ്ട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം അവനെയും ആശ്വസിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ ഈശോമിശിഹ നമുക്ക് നൽകുന്ന ഉപമയാണ് ധൂർത്തപുത്രന്റേത്. എന്നാൽ ഇവിടെ ധൂർത്തപുത്രനോ മൂത്ത മകനോ അല്ല പ്രസക്തി അർഹിക്കുന്നത്, ആ പിതാവ് തന്നെയാണ്. തന്റെ സ്വത്തെല്ലാം നശിപ്പിച്ചുകൊണ്ട് യാതൊരു ലജ്ജയും കൂടാതെ തിരികെ വന്ന അവനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആട്ടിപ്പയക്കാമായിരുന്നു. പക്ഷേ ദിവസം തോറും അവനു വേണ്ടി കാത്തിരുന്ന ആ കണ്ണുകൾ ഒരിക്കലും ക്രോധത്തിന്റെ ആയിരുന്നില്ല, കരുണയുടേതായിരുന്നു. വാസ്തവത്തിൽ ആ പിതാവ് നമ്മുടെ ദൈവം തന്നെയാണ്. തന്റെ പക്കൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയ മാനവരാശിയെ മുഴുവൻ കാത്തു നിൽക്കുന്ന നമ്മുടെ ദൈവം. നമുക്കും ആ ദൈവത്തെ സ്നേഹിക്കാം.